ഗൈസ് രേണു ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചിലവർക്ക് 1 വീക്ക് അല്ലെങ്കിൽ 21 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് 50 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ വരാറുണ്ട്. ആ ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സൈലന്റ് ആയി പോവും, അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് ആയി പോവും, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു അവസ്ഥയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ രേണു ഈ പല സിറ്റുവേഷനിൽ കരയും, കണ്ണില്ലാത്ത തത്തയെ നോക്കി കരയും, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറെക്കുറെ കണ്ടന്റ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി കിച്ചനെ വിളിച്ച് കരയുകയും അങ്ങനെ കരച്ചിൽ ബഹളം കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നും മോർണിംഗ് വന്നിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, എനിക്ക് പറ്റണില്ല, എനിക്ക് ആ ഇഷ്യൂ ഈ ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി കൺഫെഷൻ റൂമിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുകയും അവിടെ എത്തിക്കഴിയുമ്പോൾ ആള് പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല, സുധിച്ചേട്ടൻ പിള്ളേരുടെ കൂടെ അവിടെ ഉണ്ട്, ഞാൻ നന്നായിട്ട് കളിക്കും ബിഗ് ബോസ്. ഇതെന്നെ ഇങ്ങനെ കീപ്പ് ഓൺ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് കളിക്കും ബിഗ് ബോസ്, ഞാൻ പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് കളിക്കും ബിഗ് ബോസ്, സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല ബിഗ് ബോസ്, അതേപോലെ സുധിച്ചേട്ടൻ പിള്ളേരുടെ കൂടെ അവിടെ കൂടെ ഉണ്ട് ബിഗ് ബോസ്, ഞാൻ നന്നായിട്ട് കളിച്ചോളാം ബിഗ് ബോസ്. സോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആള് പുറത്ത് നിന്നിട്ട് പോണം എന്ന് പറയുന്നു, കൺഫെഷൻ റൂമിൽ വന്നിട്ട് ഈ സംസാരിക്കുന്നു. ബിഗ് ബോസ് സംസാരിച്ചപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറയുന്നു. ആക്ച്വലി രേണുവിന് പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ ശാരിക ഇറങ്ങുന്നു, എനിക്ക് പോകണം, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ലാലേട്ടൻ ചിലപ്പം 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തോട്ടെ ചോദിക്കും, അല്ലെങ്കിൽ പോണമെന്ന് പറഞ്ഞാൽ പോവാം. അവിടെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല, ഒരാളെ അവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല. പോണം, ഐ എം നോട്ട് ഓക്കെ, എനിക്ക് പറ്റില്ല, എനിക്ക് പോണം എന്ന് സ്റ്റബേൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന്നുള്ളൂ. പക്ഷെ അത് പറയാതെ അല്ലാത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തേക്ക് എനിക്ക് പോകണം, എനിക്ക് തോന്നുന്നു ഡബിൾ മൈൻഡാന്ന് തോന്നുന്നുണ്ട്. പോണം എന്ന് പറയുന്ന ഒരു അവസ്ഥയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കളിക്കണം എന്ന് തോന്നുന്ന അവസ്ഥയും, അങ്ങനെ ഒരു വല്ലാതൊരു കയ്യിൽ നിന്ന് പോയ ഒരു എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ളൊരു അവസ്ഥ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ് ഇത്. കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുക, ആള് ഭയങ്കരമായിട്ട് കരയും. അവിടെ എത്തിക്കഴിയുമ്പം സുധീർ ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു, അതേപോലെ പിള്ളേരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു, ഞാൻ പ്രേക്ഷകരുടെ ഇഷ്ടത്തിന് കളിക്കുന്നു പറയുന്നു. ഈവൻ നോമിനേഷൻ അടുത്ത് വരാറായി, നോമിനേഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഏതോ എനിക്കറിയത്തില്ല. ഇത് അതിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് പലർക്കും, ചിലർക്ക് ഇത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും, ചിലർ അത് പുറത്ത് കാണിക്കാത്ത രീതിയിൽ കളിക്കും. പക്ഷെ രേണു സുധി അവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ പല സിറ്റുവേഷനിൽ കരച്ചിലും അല്ലെങ്കിൽ പല രീതിയിൽ ഒരു ബ്രേക്ക് ഡൗൺ കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അതേ ഒരു സ്റ്റേജിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഇല്ല, അത് പെട്ടെന്ന് ഇങ്ങനെ വന്നാണ്, അത് കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. എഗെയിൻ ഇപ്പൊ ഫൈനലി അവർ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു. ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഇങ്ങനെ ബിഗ് ബോസ് അവിടെ ഓരോരുത്തരെയും മൈൻഡ് നന്നായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴും സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ആളൊരു കുറച്ച് ടെൻസ്ഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു മിസ്സിങ്, പിള്ളേരെ മിസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറിയതിന്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് കളിക്കും, പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ നന്നായിട്ട് കളിക്കും എന്നും പറയുന്നുണ്ട്. എന്താണ് ആക്ച്വലി അവസ്ഥ എന്നുള്ളത് രേണുവിന് മാത്രമേ അറിയുള്ളൂ.